ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 10 കെമിസ്ട്രി ചാപ്റ്റർ 1 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അത് പോയിട്ട് കാണണം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് വൺ ബ്രാഞ്ച്, ഒരു ബ്രാഞ്ചിലേന് നമ്മൾ പേരെങ്ങനെയാണ് കൊടുക്കാമെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നോ അതിൽ കൂടുതലോ മോർ ദാൻ വൺ, ഒന്നിനേക്കാൾ കൂടുതൽ വരുന്ന ബ്രാഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പേര് കൊടുക്കും എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈസിയാണ്. അപ്പോൾ ഒരു ബ്രാഞ്ചസിന് എങ്ങനെയാണ് നെയിം കൊടുക്കാമെന്ന് പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണം. പിന്നെ അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ വേർഡ് റൂട്ടും ബോണ്ടും ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് നെയിമിങ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട ഒരാൾക്കാണ് ഇന്നത്തെ ക്ലാസ് കൂടുതൽ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഇഫ് മോർ ദാൻ വൺ ബ്രാഞ്ച് ഈസ് പ്രസൻറ്റ് സെലക്ട് ദ ലോങ്ങസ്റ്റ് carbon chain, number the carbon from left to right or right to left in such a way that the carbon atom with the branches get the lowest position numbers. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ ചെയിൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നോക്കാം അല്ലേ. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുമ്പോഴാണോ അതേപോലെ നമ്മളിങ്ങനെ വളഞ്ഞിട്ട് ബ്രാഞ്ചസും കൂടി കൂട്ടുമ്പോഴാണോ ഏറ്റവും വലിയ ചെയിൻ കിട്ടണമെന്ന് നോക്കുക. അത് മെയിൻ ചെയിനായിട്ട് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്പറിങ് കൊടുക്കണം. നമ്പറിങ് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രാഞ്ചസിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്പറിങ് കൊടുക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഞാൻ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. അപ്പോൾ നമ്മുടെ ബ്രാഞ്ചസ് വരുന്നത് 2-ലും അതേപോലെ തന്നെ 4-ലുമാണ്. ശ്രദ്ധിക്കുക, 2-ലും 4-ലുമാണ്. ഇനി ഞാൻ റൈറ്റ് ടു ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ നോക്കിയാൽ മതി. 1, 2, 3, 4, 5, 6. അപ്പോൾ നമ്മുടെ ബ്രാഞ്ചസ് വരുന്നത് 3-ലും അതേപോലെ 5-ലുമാണ്. 3-ലും 5-ലുമാണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഏറ്റവും ലോങ് ചെയിൻ ഇത് തന്നെയാണെന്ന് നമുക്ക് എടുക്കാം അല്ലേ. കാരണം ഇങ്ങനെ നോക്കുമ്പോൾ 3 എണ്ണേ കിട്ടുള്ളൂ, ഇങ്ങനെ നോക്കുമ്പോൾ 4 എണ്ണേ കിട്ടുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് തന്നെ എടുക്കാം. അപ്പോൾ 6 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ 2, 4 ഉണ്ട്, 3, 5 ഉണ്ട്. ഇതിലേതാണ് ചെറുത്? സ്റ്റാർട്ടിങ് 2-ൽ തുടങ്ങുന്നതാണ് അല്ലേ ചെറുത്. അപ്പോൾ നമ്മൾ അതാണ് കൺസിഡർ ചെയ്യുന്നത്. അത് വന്നത് ഏതാണ്? ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് വേ ഓഫ് നമ്പറിങ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. പൊസിഷൻ നമ്പർ ഫ്രം ദ ഫസ്റ്റ് ബ്രാഞ്ച് എന്താ? 2, 4-ൽ 2 ആണ് അല്ലേ. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ചസ്, രണ്ട് ബ്രാഞ്ചസിൻ്റെയും പറയുകയാണെങ്കിൽ 2ഉം 4ഉം. അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ സെയിം ബ്രാഞ്ച് അപ്പിയർ മോർ ദാൻ 1 ഇൻ എ കാർബൺ ചെയിൻ ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഈസ് ടു ഇൻഡിക്കേറ്റ് യൂസിങ് പ്രിഫിക്സസ് ലൈക്ക് ഡൈ, ട്രൈ, ടെട്ര എറ്റ്സിട്ര. പൊസിഷൻ നമ്പർ ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഇപ്പോൾ ഇതിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ട്? 2 എണ്ണാണുള്ളത്. അപ്പോൾ 2 എണ്ണം ആവുമ്പോൾ നമ്മൾ എന്തായിട്ട് കൊടുക്കുന്ന പറയണത്? പ്രിഫിക്സസ് എന്തായിട്ട് കൊടുക്കും? ഡൈ എന്ന് കൊടുക്കും. ഇനി 3 ബ്രാഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ എന്ന് കൊടുക്കും. 4 എണ്ണം വരികയാണെങ്കിൽ ടെട്ര എന്ന് കൊടുക്കും. ഓക്കെ, അപ്പം നമ്മൾ ലെറ്റസ് എക്സാമിൻ ഹൗ ടു നമുക്ക് ഇതിൻ്റെ ഒരു നെയിമിങ് ജസ്റ്റ് ഒന്ന് ഞാൻ എഴുതി തരാം. എന്താ വരിക? ഇതിൻ്റെ നെയിം എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 4-ലാണല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ 2, 4 ആണ് ബ്രാഞ്ചസ് വന്നിട്ടുള്ളത്. ഹൈഫൺ ഇടുക. 2 ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് ഡൈ എന്ന് കൊടുക്കണം. CH3 ആണ്. CH3 എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? മീഥയിലാണ്. ഡൈ മീഥയിൽ. ഒറ്റ സ്ട്രെച്ചിൽ എഴുതണം കേട്ടോ, അവിടെ സ്ഥലമില്ലാത്ത കാരണം. 6 എണ്ണം വരുമ്പോൾ എന്താ വരിക? ഹെക്സ് ആണ് വരിക കേട്ടോ. 6 എണ്ണം വരുമ്പോൾ ഹെക്സ്. സിംഗിൾ ബോണ്ട് ആണല്ലേ. അപ്പോൾ എന്ത് വരും? സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ANE. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ എഴുതണം. 2, 4 ഹൈഫൺ ഡൈ മീഥയിൽ ഹെക്സേൻ എന്ന് ഇതിൻ്റെ നെയിമിങ് വരും. ഓക്കെ, അപ്പോൾ ഈസി അല്ലേ? 2 ബ്രാഞ്ചസ് വരുമ്പോൾ ഈസിയാണ്, ഒന്നുമില്ല. ബ്രാഞ്ചസിന് നെയിമിങ് കൊടുക്കുമ്പോൾ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ഏറ്റവും ചെറുതാണെന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് വീണ്ടും ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ലോങ് ചെയിൻ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് തന്നെയാണല്ലേ വരിക. സ്ട്രെയിറ്റ് തന്നെയാണ് വരിക. 7 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് 7 ആയിരിക്കും. എത്ര ബ്രാഞ്ചസ് ഉണ്ട്? ബ്രാഞ്ചസ് 2 എണ്ണാണുള്ളത്. 2 CH3 അല്ലേ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നത്.
CH3 ആയതുകൊണ്ട് ബ്രാഞ്ചിൻ്റെ നെയിം എന്തായിരിക്കും? മീഥൈലായിരിക്കും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. CH3 മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈലൊക്കെ വരുന്നത് ഏതാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്നാണ് നമ്പറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 1 2 ലെഫ്റ്റ് ഇവിടെ നിന്നല്ലേ 1 2 3 ആണല്ലേ. ഫസ്റ്റ് ബ്രാഞ്ച് 3 വരും, സെക്കൻഡ് ബ്രാഞ്ച് 4 5 6 വരും. ഇനി റൈറ്റിൽ നിന്നാണെങ്കിലോ 1 2 വരും കേട്ടോ. ഓക്കെ, അപ്പോൾ 3ഉം 5ഉം ആണോ? ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ 2ഉം 5ഉം, 2ഉം 5ഉം. ഓക്കെ, ഏത് വേണം? അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ എടുക്കുക? നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ്. കറക്റ്റ് വേ ഓഫ് നമ്പറിങ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, കാരണം അത് 2ഉം 5ഉം ആണ് വരുന്നത്. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ചസ് വരുന്നത് 2ഉം 5 ആണ്. അപ്പോൾ IUPAC നെയിം എങ്ങനെ എഴുതാം? 2 5 ഹൈഫൺ ഇടുക. എന്താണ്? 2 ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് ഡൈ, CH3 ആയതുകൊണ്ട് മീഥൈൽ. എത്ര എണ്ണം വന്നിട്ടുള്ളത്? 7 ആണല്ലേ. 7 എന്ന് പറയുമ്പോൾ ഹെപ്റ്റ്, ഒരു ബോണ്ട് ആയതുകൊണ്ട് ANE ഹെപ്റ്റൈൻ കേട്ടോ. ANE ആണ് വരിക. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ IUPAC നെയിം എഴുതാനുള്ള 2 പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 ബ്രാഞ്ചസ് വരും, അതായത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് വരുമ്പോൾ എങ്ങനെ നെയിമിങ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. താങ്ക്